ഹായ്, ഞാൻ സലു. ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ റോസ് ബൊക്കേസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു റോസ് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ, ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് നല്ല റോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ചെറിയ കട്ടിങ്സ് ആയിട്ട് ആ പ്ലാന്റ് വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. ഇതെങ്ങനെ 100% സക്സസ് ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സാധാരണയായിട്ട് നമുക്കൊരു ബൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചിലപ്പം ഫ്ലവർ വേസിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് അതിൻ്റെ അകത്ത് വെക്കും, കുറച്ച് ദിവസം കൂടെ വാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയും റോസ് ബൊക്കേസ് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സ്റ്റെമ്മിൽ നിന്ന് തന്നെ നല്ലൊരു റോസ് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഒരു ബൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു സ്റ്റെം ചിലപ്പം കുറേ ദിവസം വെള്ളത്തിലൊക്കെ ഇരുന്നതിന് ശേഷം പലരുടെ കയ്യിൽ കിട്ടിയതിന് ശേഷമായിരിക്കും നമ്മളുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പം അത് ആദ്യം നോക്കേണ്ടത് അതിൻ്റെ സ്റ്റെമ്മാണ്. സ്റ്റെമ്മെല്ലാം തന്നെ പ്രോപ്പറാണോ നോക്കുക. കാരണം കുറച്ച് ദിവസം വെള്ളത്തിൽ ഇരുന്നത് കാരണം താഴ്ഭാഗമൊക്കെ ചീത്തയാകാനിടയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ലീവ്സ് വേണം നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. ഇനി ലീവ്സ് എല്ലാം മാറ്റിയതിന് ശേഷം നമുക്കതിൻ്റെ സ്റ്റെം ഒന്ന് നോക്കണം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും രോഗങ്ങളുണ്ടോ, അതുപോലെ തന്നെ നോട്ട്സ് എല്ലാം തന്നെ കറക്റ്റാണോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്റ്റെം ആണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഓരോ സ്റ്റെമ്മിൻ്റെയും ലീവ്സ് എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെം മാത്രം എടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെമ്മിൻ്റെ സൈഡിൽ താഴെ ഭാഗത്തായിട്ട് കുറച്ച് വെള്ളത്തിൽ വെച്ചത് കാരണം ചീത്തയായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെ ആ ഒരു സ്റ്റെം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റെമ്മാണ്. അപ്പം നമുക്കിതൊന്ന് നോക്കാം, എവിടെ വെച്ചിട്ട് കട്ട് ചെയ്യണം, എത്ര നോട്ട്സ് മാറ്റി വേണം കട്ട് ചെയ്യേണ്ട രീതികൾ എല്ലാം ഒന്ന് നോക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു സ്റ്റെം കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സിസേഴ്സ് ആണെങ്കിലും ബ്ലേഡ് ആണെങ്കിലും ഏതാണെങ്കിലും സ്റ്റെറിലൈസ് ചെയ്ത് നല്ല ക്ലീൻ ആയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ ഉപയോഗിക്കാവുള്ളൂ. അല്ലാതെ തുരുമ്പ് പിടിച്ചതൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിച്ച് കഴിഞ്ഞാലൊന്നും ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് നല്ല രീതിയിൽ വരത്തില്ല. അതുകൊണ്ട് ആദ്യം അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ ഒരു സ്റ്റെമ്മിൻ്റെ താഴത്തെ ഭാഗം കുറച്ച് ഭാഗത്തോളം കുറച്ച് കേടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത്. താഴെ നമ്മൾ ഇത്രയും തന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുകൾ ഭാഗം അവിടെയും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നടുക്ക് വരുന്ന ഈ ഒരു ഭാഗം വേണം നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സ് എല്ലാം തന്നെ വെള്ളത്തിൽ നല്ലൊരു ഫ്ലവർ വേസിൽ എടുത്ത് വെക്കാം. ഇനി ബാക്കിയുള്ള സ്റ്റെമ്മും ഇതുപോലെ തന്നെ മുകൾ ഭാഗത്ത് കട്ട് ചെയ്യുക, താഴ്ഭാഗവും കുറച്ച് കട്ട് ചെയ്യുക. ഇതിൻ്റെ നടുക്കായിട്ട് വരുന്ന ആ ഒരു സൈഡാണ് നമുക്ക് പ്രോപ്പറായിട്ട് വേണ്ടത്. നമുക്ക് ബൊക്കയിൽ കിട്ടുന്ന എല്ലാ സ്റ്റെമ്മും നമുക്ക് പ്രൊപ്പഗേഷന് വേണ്ടി എടുക്കാൻ സാധിക്കത്തില്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കട്ടിങ്സ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്കത് പ്രൊപ്പഗേറ്റ് ചെയ്ത് 100% പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ആ ഒരു സ്റ്റെമ്മ് കുറച്ച് ഹാർഡായിട്ടുള്ളതായിരിക്കണം. അതുപോലെ തന്നെ താഴത്തെ ഭാഗത്ത് ചിലപ്പം ഭയങ്കര സോഫ്റ്റായിട്ട് ഒടിഞ്ഞു പോകുന്ന ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സ്റ്റെമ്മ് നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് 45 ഡിഗ്രിയിൽ വേണം നമ്മൾ അത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. സിസേഴ്സിനേക്കാളും ഞാൻ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ബ്ലേഡ് തന്നെയാണ്. ബ്ലേഡാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം ഇതിൻ്റെ ഒരു സ്റ്റെമ്മിൽ നമ്മൾ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ചതഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതെല്ലാം വളരെ കെയർഫുള്ളായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അതുപോലെ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിപ്പം അതിൻ്റെ ഫ്ലവേഴ്സ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതെല്ലാം മാറ്റി വെക്കാം.
അതിനുശേഷം ഈ സ്റ്റെം ഒന്ന് നോക്കുക, എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണോ, നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണോ. അതിൻ്റെ അകത്ത് കുറച്ച് ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെമ്മാണ്, പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. റൂട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ ഒരു നോഡിൻ്റെ താഴെ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഞാൻ കുറച്ച് സ്റ്റെം മാറ്റി വെച്ചിട്ടുണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ച് കാണിക്കുന്നത്. ഇനി ഇതെങ്ങനെ നടണം എന്നതിനെക്കുറിച്ചാണ്. അതിനു മുമ്പായിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കണം. കുറച്ച് നീളമുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. അതിൻ്റെ താഴ്ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സ്റ്റെം വെക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ വെക്കുന്നത്. അപ്പോൾ ഒരു ഗ്രീൻ ഹൗസിൻ്റെ ഒരു പ്രതീതിയാണ് വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു പ്ലാന്റിന് നല്ല രീതിയിൽ ഹ്യൂമിഡിറ്റിയും അതുപോലെ തന്നെ നല്ല ഒരു വെതറായിരിക്കും ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്ന് കിട്ടുന്നത്. കാരണം വലിയ വെയിലൊന്നും അടിക്കാതെയും അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ആദ്യം ഈ ഒരു പ്ലാന്റ് നടുന്ന സമയത്ത് കൊടുക്കുന്ന വെള്ളം മാത്രം മതി ഒരു നെക്സ്റ്റ് 15 ഡേയ്സിലേക്ക്. പോട്ടിംഗ് സോയിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഗാർഡൻ സോയിലും അതുപോലെ സാൻഡും അതുപോലെ കൗഡങ്ങുമാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് 3 മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഉണക്ക ചാണകപ്പൊടിയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി ഞാൻ റൂട്ടിംഗ് ഹോർമോണിൽ മുക്കിയതിന് ശേഷം, നിങ്ങൾക്ക് നഴ്സറിയിലൊക്കെ അവൈലബിളാണ് റൂട്ടിംഗ് ഹോർമോണ്. ആ ഒരു രീതിയിലാണ് ഞാനിതിപ്പം നടുന്നത്. ഓർഗാനിക് ഹോർമോൺ വെച്ചിട്ടും ഞാൻ ചെയ്ത് കാണിക്കാം. ഇപ്പം റൂട്ടിംഗ് ഹോർമോണാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഈ ഒരു പോട്ടിൽ ഞാൻ പ്ലാന്റ്സ് എല്ലാം നടുന്നത്. പല ബ്രാൻഡ്സിലുള്ള റൂട്ടിംഗ് ഹോർമോൺസ് നഴ്സറിയിൽ അവൈലബിളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നാച്ചുറൽ ആയിട്ടുള്ള റൂട്ടിംഗ് ഹോർമോൺസ് ഞാൻ വെച്ചിട്ട് ഈ പ്ലാന്റ്സ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളിത് നോക്കുക. ഇപ്പം ഞാൻ 2 സ്റ്റെമ്മാണ് വെച്ചിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 സ്റ്റെമ്മാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പ്രസ് ചെയ്ത് നമ്മൾ വെക്കുക. ഇതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല പോലെ ആ ഒരു പോട്ടിൽ നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കുണ്ട്. നമ്മൾ ഒരു സ്റ്റെം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്ലവറിൻ്റെ ടോപ്പ് ഭാഗവും അതുപോലെ തന്നെ റൂട്ടിൻ്റെ ആ ഒരു ഭാഗവും വന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെക്കാറുണ്ട്. വെച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ കൺഫ്യൂഷനാണ്, ഇത് മുകളിലാണോ വരുന്നത് അതോ താഴെയാണോ പോകേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ച് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് മാറ്റി വെക്കാനും ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ബോട്ടിൽ നമ്മൾ താഴേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 5 ദിവസം, ഫസ്റ്റ് 5 ഡേയ്സ് ഈ ബോട്ടിൽ ക്യാപ്പ് വെച്ച് തന്നെ അടച്ചു വെക്കുക. ഒരു പ്രാവശ്യം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഈ 15 ഡേയ്സിനുള്ളിൽ. ഇനി നാച്ചുറലായിട്ട് റൂട്ടിംഗ് ഹോർമോൺ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ഞാൻ എടുത്തിരിക്കുന്ന അലോവേറയാണ്. അലോവേറ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പം റൂട്ടിംഗ് ഹോർമോൺ നമ്മുടെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലെല്ലാം നമുക്ക് റൂട്ട്സ് പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിനെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ സ്റ്റെമ്മ് അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ 2 സ്റ്റെം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി വെക്കാൻ സാധിക്കും.
ഞാൻ പല രീതിയിലും ചെയ്ത് നോക്കാറുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും നല്ലൊരു റിസൾട്ട് കിട്ടിയത് ഏതാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. നമ്മളിത് 2 എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നടുന്ന സമയത്ത് നല്ല കുറച്ച് ആഴത്തിൽ തന്നെ നമ്മൾ നടുക. അതുപോലെ തന്നെ നല്ല പ്രോപ്പറായിട്ട് ഒരു സ്ഥലത്തേക്ക് നടുക. പിന്നെ അത് പോയി നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ പൊക്കി നോക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും അതിന് വെള്ളം ഒഴിക്കുക, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് വളരെ തണലുള്ള ഒരു ഭാഗത്ത് വേണം ആദ്യത്തെ ഒരു 10 ദിവസത്തേക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റ് വെക്കാനായിട്ട്. കാരണം ഒരുപാട് വെയിലുള്ള ഭാഗത്ത് വെക്കരുത്, അത് ഷെയ്ഡിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത നാച്ചുറൽ ഹോർമോൺ ഏതാണെന്ന് നോക്കാം. നമ്മൾ ഹണിയാണ് എടുത്തിരിക്കുന്നത്. ഈ സെയിം പോട്ടിൽ തന്നെയാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സൈഡിലായിട്ട് നമ്മൾ അലോവേറയും ഒരു സൈഡിലായിട്ട് ഹണിയും വെച്ചിട്ടാണ് നമ്മൾ നടുന്നത്. ഹണി റൂട്ടിംഗ് ഹോർമോണായിട്ട് എടുക്കാനുള്ള മെയിൻ കാരണം ഹണിയിൽ ആൻറ്റി ബാക്ടീരിയൽ അതുപോലെ തന്നെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. അടുത്ത നാച്ചുറലായിട്ടുള്ള റൂട്ടിംഗ് ഹോർമോണാണ് സിനമൺ പൗഡർ, കറുവപ്പട്ട പൊടിച്ചത്. അത് എല്ലാ പ്ലാന്റ്സിനും തന്നെ വളരെ നല്ലതായിട്ടുള്ള ഒരു റിസൾട്ടാണ് കാണിക്കുന്നത്. ആ രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ബഡ് ചെയ്ത റോസുകളെല്ലാം തന്നെ മിക്കവാറും നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. അപ്പം നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചീത്തയായി പോകുന്നത് കാണാം. അതിന് മെയിനായിട്ടുള്ള റീസൺ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ആ ഒരു പാക്കറ്റിൻ്റെ അകത്തുനിന്ന് പാക്കറ്റ് പൊട്ടിച്ച് അതേപോലെ ആ മണ്ണോടുകൂടി തന്നെയായിരിക്കും നമ്മൾ നടാനായിട്ട് വെക്കുന്നത്. അപ്പം അത് ആ മണ്ണെന്ന് പറയുന്നത് കുറച്ച് പശയോടുകൂടി ഒരു ക്ലേ ആ ഒരു രീതിയിലുള്ളൊരു മണ്ണായിരിക്കും. അപ്പോൾ ആ മണ്ണ് നമ്മൾ അതുപോലെ തന്നെ നടുവാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഡെയിലി ആയിരിക്കാം. അപ്പോൾ ഇത് ഒരുപാടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റൂട്ട്സ് എല്ലാം ചീത്തയായി പോവും. അപ്പം അതിന് ചെയ്യേണ്ടത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളതിനെ ഒരു ബക്കറ്റിലോട്ട് ആക്കി വെള്ളം നിറച്ച് ഒരു ബക്കറ്റിലോട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് പതുക്കെ റൂട്ട്സ് ഒന്നും കേടുവരാത്ത രീതിയിൽ അതിലെ മണ്ണുകളെല്ലാം മാറ്റി നമ്മൾ പുതുതായിട്ട് നടണം. ഇതിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞു. ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ മേളിൽ വെച്ചു. ഇതിപ്പോൾ ഹണി ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ വെച്ചത് ഇത് അലോവേറയുടെ. ഈ 2 സ്റ്റിക്ക് വെക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം അറിയാൻ സാധിക്കും ഇതിൻ്റെ വളർച്ച എത്രത്തോളം ഫാസ്റ്റായിട്ടാണ്, ഏത് റൂട്ടിംഗ് ഹോർമോൺ വെച്ചപ്പോഴാണ് ഏറ്റവും നന്നായിട്ട് വളരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് 2 പേരെഴുതി സ്റ്റിക്ക് വെച്ചിരിക്കുന്നത്. അതുപോലെ നേരത്തെ നമ്മൾ വെച്ചിരിക്കുന്ന റൂട്ടിംഗ് ഹോർമോണ് അതും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റൂട്ടിംഗ് ഹോർമോൺ ഡിപ്പ് ചെയ്തതിന് ശേഷം വെച്ചിട്ടുള്ള പ്ലാന്റ്സാണ് ഏറ്റവും കൂടുതൽ 100% സക്സസ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഈ ഒരു 5 ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ക്യാപ്പ് ഒന്ന് നമ്മൾ മാറ്റി കൊടുക്കണം. ഇപ്പം വളർച്ചയൊന്നും അത്ര വലിയ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഒരു 5 ഡേയ്സ് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തു നിന്നുള്ള ഒരു എയറൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ ആ ഒരു ക്യാപ്പ് ഒന്ന് തുറന്നു കൊടുക്കുക. ഇനിയും 15 to 20 ഡേയ്സിൻ്റെ ഇടയായപ്പോഴത്തേക്ക് നമ്മുടെ പ്ലാന്റ് വളർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ നല്ല പോലെ റൂട്ട്സ് വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ബോട്ടിൽ എടുത്ത് മാറ്റാം. ഒരു 15 ഡേയ്സ് കഴിയുമ്പോൾ നമ്മൾ ആ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റുക. പിന്നെ പഴയതുപോലെ തന്നെ നല്ല പൂക്കളുള്ള ചെടികൾ വരും. പലപ്പോഴായിട്ട് ഞാൻ ചെയ്ത് നോക്കിയതിൽ ഏറ്റവും സക്സസ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഹോർമോൺ ഡിപ്പ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ 100% സക്സസ് കിട്ടിയിട്ടുണ്ട്. നാച്ചുറൽ ഹോർമോൺ ഉപയോഗിച്ചിട്ട് അലോവേറയുടെയും അതുപോലെ തന്നെ ഹണിയുടെയും സിനമൺ പൗഡറൊക്കെ ഉപയോഗിച്ച് ചെയ്തപ്പം 70% പ്രൊപ്പഗേഷനാണ് കണ്ടത്.
അതുപോലെ തന്നെ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഇല്ലാതെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് 0% ആണ് എനിക്ക് വന്നത്. ഒരു ചെടി പോലും എനിക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് വന്നില്ല, കിളുത്ത് വന്നില്ല. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.